നന്നായിട്ട് നമ്മുടെ സ്കിന്നല്ല ലിപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടുണ്ടായിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം വലിയ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ലിപ് കെയറുമായിട്ടാണ്. നമ്മുടെ ചുണ്ട് ഒരുപാട് ഡ്രൈ ആയിട്ട് ചുണ്ടിലൊക്കെ ചുളിവുകളൊക്കെ വന്നിട്ട് ചുണ്ടിൽ നിന്ന് തൊലി ഇളകി വരിക, അതുപോലെ ചുണ്ടിന് ചുറ്റും കറുപ്പ് നിറം, അതല്ലാതെ നമ്മുടെ ചുണ്ടിൽ തന്നെ ചുണ്ടിൻ്റെ നിറം നമ്മുടെ ചുണ്ടിനൊരു റെഡ് കളർ, ആ കളർ മാറിയിട്ട് ചുണ്ടിൽ കറുപ്പ് നിറം വരിക, ഇതൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു ലിപ് സ്ക്രബാണ്. നമ്മുടെ ചുണ്ടിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ട് ചുണ്ടിൻ്റെ മൃദുത്വം നിലനിർത്താനും ചുണ്ടിൻ്റെ നിറം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന ഒരു ലിപ് സ്ക്രബാണ്. അപ്പോൾ നമുക്ക് ഈ ലിപ് സ്ക്രബ് എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനലും വീഡിയോയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കാം. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലിപ് സ്ക്രബ് റെഡിയാക്കാനായിട്ട് നമ്മളൊരു ചെറിയ പീസ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ പകുതി മാത്രം മതി. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വട്ടം യൂസ് ചെയ്യാൻ എത്ര വേണോ അത്രയും മാത്രം ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ആവശ്യത്തിനുള്ള ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷുഗറാണ്. അപ്പോൾ എടുത്തേക്കുന്ന ആ അളവിനനുസരിച്ച് ഒരു 1/4 സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് ആൽമണ്ട് ഓയിലാണ്. ഈ ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഗ്ലിസറിൻ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഇതിലേത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ കണ്ടു നോക്കാം. നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൽ നിന്നും നമ്മളിതിനകത്ത് പഞ്ചസാര ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളിത് റെഡിയാക്കി ഒരുപാട് നേരം വെച്ചിട്ട് യൂസ് ചെയ്യില്ല. റെഡിയാക്കി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളിത് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന പഞ്ചസാര അങ്ങ് അലിന്നു പോകും. എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് നമ്മുടെ ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഷുഗറിൻ്റെ ചെറിയ ചെറിയ തരി കാണും, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ആ ഷുഗറിൻ്റെ ചെറിയ തരിയും അതുപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ അതും കൂടെ വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വലുതായിട്ടുള്ള ആ പഞ്ചസാരയുടെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ചെറിയ തരി മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നമ്മളിതിൽ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ അതല്ലെങ്കിൽ ഗ്ലിസറിൻ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ചുണ്ടിൻ്റെ മൃദുത്വം നിലനിർത്താനും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും വളരെയധികം സഹായിക്കും. ഇപ്പം ഞാൻ ചുണ്ടിൽ നിന്നും അത് തുടച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മളത് വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ഓണാക്കിയില്ല, അതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്ത് മാറ്റിയാൽ മതി. നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നല്ല ലിപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആ ബീട്രൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ചെറുതായിട്ട്, ഒരുപാടല്ല, ലൈറ്റായിട്ട് നമ്മുടെ സ്കിന്നിനെന്ന് എനിക്ക് വീണ്ടും വരുന്നത്, ലൈറ്റായിട്ട് നമ്മുടെ ലിപ്പിന് ഒരു കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, ഒരു റെഡിഷ് കളർ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം വലിയ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെന്താ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.